ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. രാവിലെ തന്നെ നല്ല തകർപ്പൻ മഴയാണ്. നല്ല ചൂടല്ലായിരുന്നു, അതിൻ്റെ എല്ലാം കൂടെ മഴ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് മഴ കണ്ടുകൊണ്ടിരിക്കാനും അതുപോലെ മഴ ആസ്വദിക്കാനും. പിന്നെ രാവിലെ എഴുന്നേൽക്കാനൊക്കെ എല്ലാവർക്കും അല്പം ബുദ്ധിമുട്ടായിരിക്കും, മഴയായതുകൊണ്ടല്ലേ. നല്ല ഉറങ്ങാനൊക്കെ നല്ല സുഖമാണ്. ഞാനങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോഴേ നല്ല തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തോരുന്നുണ്ട്, എങ്കിലും പിന്നെയും മഴയാണ്. അതുകൊണ്ട് കുറച്ച് സമയം ഞാനങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു മഴയുടെ. പിന്നീട് അമ്പലത്തിൽ പോകണമായിരുന്നു, ഗണപതി അമ്പലത്തിൽ. നമ്മുടെ ജംഗ്ഷനിൽ, ഏരൂർ ജംഗ്ഷനിൽ തന്നെയുള്ളൊരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ പോയി ഭഗവാനെ കണ്ട് തൊഴുതു. പിന്നെ അവിടെ ഒരു ഗണപതി ഹോമത്തിന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഗണപതി അമ്പലത്തിൽ പോയതും അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വരുന്നതുമാണ്. ഇനി ഉണ്ണിയപ്പം ഉണ്ട്, അത് വൈകിട്ട് 7 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ രാവിലത്തെ പൂജ കഴിഞ്ഞുള്ള അവലും ഒക്കെ കിട്ടി, അതൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ്. പിന്നെ നമ്മുടെ മാർക്കോ മഴ കാരണം സിറ്റൗട്ടിൽ കയറി നമ്മുടെ അതിനകത്ത് കിടന്ന് ഉറങ്ങുവാണ്. ഇന്നത്തെ ഉച്ചക്കലത്തേക്ക് കൊഞ്ചാണ് കിട്ടിയത്. ഇപ്പം മീനൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനെ കൊഞ്ച് വാങ്ങിക്കൊണ്ട് വന്നു. എന്തായാലും മോളത് കുറച്ച് നുള്ളിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവളത് നുള്ളുകയാണ്. അതുപോലെ വലിയ കൊഞ്ചായിരുന്നുകൊണ്ട് നുള്ളാനും അധികം പാടില്ല. അങ്ങനെ കൊഞ്ച് നുള്ളിത്തന്നു. പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് നമുക്ക് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വറുത്തരച്ച് തീയൽ പോലെ വെക്കുമല്ലോ. ചില ആൾക്കാർക്ക് അല്ലാതെ കൊഞ്ച് ഉള്ളിയും തക്കാളിപ്പഴവും ഒക്കെ ഇട്ട് വെക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ഞാൻ എന്തായാലും അങ്ങനെയും വയ്ക്കും, പിന്നെ ഇങ്ങനെ തീയൽ പോലെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം. അതുകൊണ്ട് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട്, പിന്നെ കുറച്ച് തോനെയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊഞ്ചുമൊക്കെ ചേർത്തിട്ട് വെച്ച് തേങ്ങ നന്നായിട്ട് വറുത്തരച്ച് നല്ല ടേസ്റ്റാണ് നമ്മുടെ കൊഞ്ച് തീയലിന്. അങ്ങനെ അതുപോലെ വെച്ചതാണ്. ഇന്ന് ഉച്ചക്കലത്തേക്ക് അതാണ് മെയിൻ കറി. പിന്നെ മത്തയില തോരനുണ്ടായിരുന്നു. മത്തയില കുറേ പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. അങ്ങനെ അതിൻ്റെ ഇല, ഇവിടെ മത്തങ്ങയേക്കാളും ഇഷ്ടം മത്തയില തോരനാണ്. അങ്ങനെ മത്തയില തോരനും കൊഞ്ച് തീയലുണ്ട്. പിന്നെന്ത് കിളിവറണ്ട് വറുത്തതുണ്ട്, പുളിശ്ശേരിയുണ്ട്. ഒരു കപ്പ പുഴുങ്ങാൻ കുറച്ച് ഇരുന്നത്, അത് എടുത്ത് പുഴുങ്ങിയും കൂടെ വെച്ചു. മഴയായതുകൊണ്ട് വിശാലമായിട്ട് അങ്ങ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. സംഭവം എനിക്ക് തോന്നുന്നു കറി അല്പം കൂടുതലാണെന്ന്. എനിക്ക് ഒത്തിരി കറി കൂട്ടി കഴിക്കുമ്പോൾ ചോറ് കഴിക്കാൻ തോന്നത്തില്ല. കറികൾ തിന്നുമ്പം തന്നെ വയറ് നിറയും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചോറുണ്ണുവാണ്. പക്ഷേ ആരെയും കാണിക്കാൻ പറ്റത്തില്ല, എന്നെ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അവരെയൊക്കെ കാണിച്ചാൽ വഴക്ക് പറയുന്നതുകൊണ്ട് ഞാൻ ആരെയും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. എല്ലാവരും ചോറുണ്ണുകയും അതുപോലെ കറിയുടെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ട് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ടി വിയിൽ വാർത്ത കേൾക്കുന്നുണ്ട്, അതൊക്കെ കേട്ടുകൊണ്ട് ഉച്ചക്കലത്തെ ഊണ് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇന്ന് ഞാനിങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടേ ഇടുന്നുള്ളൂ. എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസത്തെ എല്ലാം കൂടെ ചേർത്ത് ഇടണമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ഇന്ന് എടുത്ത വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു, അത് കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റു വിശേഷങ്ങളുമായി നാളെ കാണാം. ബൈ.